TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ അങ്കമാലി 2010 നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ വെച്ച് കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദറിൽ കൂടെ കർത്താവ് നമ്മളോട് അറിയിച്ച ആ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അത് നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ കടന്നു പോകാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ ചെന്നിടുമ്പോൾ. എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ ചെന്നിടുമ്പോൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. കർത്താവേ ഇറങ്ങി വരണേന്ന് പറയണ്ട, നീ അങ്ങ് ചെന്നാ മതി. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, താൻ ഉയർത്തെഴുന്നേറ്റെന്ന് അവർ വിശ്വസിച്ചില്ല. അവിടെ ഒന്ന് വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലുണ്ട്, 13-ാം വാക്യത്തിലുണ്ട്. അവർ വിശ്വസിച്ചില്ല. ആ വാക്യം ഒന്ന് വായിച്ചേ. അവർക്ക് വിറയിലും ഭ്രമവും പിടിച്ചു. അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. അവൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റ് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോട് കൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു. ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇന്നൊരു സന്ദേശം ഞങ്ങൾക്ക് തരാനുണ്ട്. ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്ന ലോകത്തിനൊരു സന്ദേശം തരാനുണ്ട്. ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാർക്കൊരു സന്ദേശം തരാനുണ്ട്. ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സന്ദേശം തരാനുണ്ട്. ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് എന്തോ പറഞ്ഞു? അവൻ ജീവനോടെ ഇരിക്കുന്നുവെന്നും. അതാണ് സന്ദേശം. ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾക്ക് 1 കോടി തരാമെന്നല്ല സന്ദേശം. ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്നല്ല സന്ദേശം. അവൻ ജീവനോടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മരണത്തെ ജയിച്ചുയർത്താൻ ഉയർത്തിരിക്കുന്നു. ഈ ലോകത്ത് രോഗസൗഖ്യം യേശു തരും. രോഗസൗഖ്യം കിട്ടിയാൽ ഒരു ദിവസം മരിച്ചേ ഒക്കത്തുള്ളൂ, അല്ലേ? എന്നാൽ ഇതാ ഒരുവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. എന്നെങ്കിലും ഇവിടുന്ന് പോകണമല്ലോ. അന്ന് നിനക്ക് നിത്യജീവനുണ്ട്. ഇവിടെ അത്ഭുത സൗഖ്യവുമുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോടൊരു സന്ദേശം, അവൻ ജീവനോട് ഇരിക്കും. അടുത്ത വാക്യം. അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. ശിഷ്യന്മാരെന്ത് ചെയ്തില്ല? 13-ാം വാക്യം. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. 12 കൂട്ടി വായിച്ചേ. പിന്നെ അവർ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇപ്പോൾ ഇതാ ക്ലയോപ്പാവിനും വേറൊരാൾക്കും, അത് ലൂക്കോസ് 24-ലുണ്ട്. വഴിയിൽ വെച്ച് 2 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി പറഞ്ഞു. അവർ ശേഷമുള്ളവരോട് അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. ശിഷ്യന്മാർ വിശ്വസിച്ചോ യേശു ഉയർത്തെന്ന്? ഇല്ല. മരിച്ച് കല്ലറയിൽ അടക്കി, നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിലോ എവിടെയെങ്കിലും കല്ലറയിൽ അടക്കിയ ആൾ 3-ാം നാൾ എഴുന്നേറ്റ് നടപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിക്ക് പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ലോക ചരിത്രത്തിൽ ഒരു കല്ലറ മാത്രം തുറന്നിരിക്കുന്നു. അത് പറയാനാ ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നത്. സ്വർഗീയ വരുന്ന വലിയ ആൾക്കാരാന്ന് പറയാനല്ലിത്. ആമേൻ.
വേറെ ഏതെങ്കിലും സഭ മോശമാണെന്ന് പറയാനും അല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഈ ഒറ്റ കാര്യം തൊടുപുഴ പറയാനാ. അവൻ ജീവനോടിരിക്കുന്നു, അവൻ ജീവനോടിരിക്കുന്നു, യേശു ജീവനോടിരിക്കുന്നു, നിനക്കായി ജീവനോടിരിക്കുന്നു. അവരുടെ വാക്കും അവരെന്ത് ചെയ്തില്ല, വിശ്വസിച്ചില്ല. ഉടനെ കർത്താവ് എന്ത് ചെയ്തു? വായിച്ചാട്ടെ. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ, അയ്യ, ഈ വിശ്വസിക്കാഞ്ഞവരെല്ലാരും കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. വീണ്ടും ഇവർക്ക് തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായകയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. ആര് ശാസിച്ചു? യേശു ശാസിച്ചു. അടുത്ത വാക്യം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി. ഈ അവിശ്വസിച്ചവരെ കർത്താവ് കൈവിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അവിശ്വാസം വന്നൊന്നും കൊണ്ടൊന്നും കൈവിടാൻ പോകുന്നില്ല. നിന്നെ തന്നെ ഭൂലോകം മുഴുവൻ അയക്കാൻ പോവാ. കാരണം അവൻ നിന്നെ തെരഞ്ഞെടുത്തതാ, നിന്നെ അവൻ തെരഞ്ഞെടുത്തതാ. അപ്പം ഹൃദയകാഠിന്യമൊക്കെ ശാസിച്ചപ്പോ തന്നെ അവർക്ക് വിശ്വാസമായി. ഇനി അവരോട് പറയും, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. എന്തോ സുവിശേഷം? ഞാൻ ഉയർത്തു, മരണത്തെ ജയിച്ചു, പാപപരിഹാരം വരുത്തി. ഇനിയും പാപപരിഹാരത്തിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട, യെരുശലേം ദേവാലയത്തിൽ പോകണ്ട, എന്റെ രക്തം ഞാൻ സമർപ്പിച്ചു, മാത്രമല്ല മരണത്തെ ജയിച്ചു. ഈ സുവിശേഷം. അതുകൊണ്ട് ഞങ്ങളിവിടെ സഭയുടെ അടിസ്ഥാന ഉപദേശം ഒന്നും പറയാൻ നിങ്ങൾ കേൾക്കത്തില്ല. നിങ്ങൾ ആകെ കേൾക്കുന്ന ഒറ്റ കാര്യം, യേശു ഉയർത്ത് ജീവിക്കുന്നു. ഇത് ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം നിങ്ങൾ പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് വിശ്വസിക്കുകയും പൂർണ്ണ വിശ്വാസം വരുന്നവൻ തന്നെ സ്ഥാനമേൽക്കും. പിന്നെ അവന് പേടിയുണ്ടോ? അയ്യോ, സ്ഥാനപ്പെട്ട അവരെന്നാ പറയും, ഇവരെന്നാ, വല്ല പേടിയുണ്ടോ? അവൻ ഉറപ്പല്ലേ യേശു കല്ലറയെ പൊട്ടിച്ചെന്ന്, അവൻ ഉറപ്പല്ലേ യേശു രാജാവായി വരുമെന്ന്, അവൻ ഉറപ്പല്ലേ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കും. ഞാനൊരു കാര്യം പറയാം, സ്നാനപ്പെടുമ്പോൾ അല്ല രക്ഷിക്കപ്പെടുന്നു, ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിന്നാണ് രക്ഷ. പക്ഷെ ആ ഉറപ്പായ വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? സ്നാനപ്പെടും. അതുകൊണ്ട് സ്നാനപ്പെടാത്തവരോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ. കൈയെടുത്ത് പറ, രോഗസൗഖ്യം കിട്ടാൻ സ്നാനപ്പെടരുത്, പറ, വീട് നന്നാകാൻ സ്നാനപ്പെടരുത്, ശരീരത്തിലെ അഴുക്ക് കളയാനും സ്നാനപ്പെടരുത്, അതിൽ നല്ല വീട്ടിൽ ഷവറിന്റെ കീഴിൽ നിന്നും എല്ലാം നല്ല സോപ്പിട്ട് കുളിക്കുക. പ്രൈസലോ. സ്നാനപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? ഇവൻ ഉയർത്തത് തന്നെയാ. ഈ രാജാവിനെയും വരും, അവൻ എന്നെ ചേർക്കാൻ വരും. ആരെല്ലാം എന്നെ എതിർത്താലും എനിക്ക് വിഷയമല്ല, എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി ഉണ്ട്. അതാണ് എന്നെ സ്നാനപ്പെടുത്താമോ എന്ന് ഷണ്ണൻ ചോദിച്ചപ്പം എന്തുവാ ഫിലിപ്പോസ് പറഞ്ഞ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം. ഞങ്ങളുടെ സഭയെ ചേരാവെങ്കിലാകാം എന്നല്ല പറഞ്ഞ്, പിന്നെന്തോ പറഞ്ഞ്? സ്നാനപ്പെടുത്തുന്ന എന്നെ അല്പം മിനിറ്റുകൾക്കകം ആത്മാവം കൊണ്ടുപോകും, ഞാനും നിന്റെ കൂടെ കാണുകയില്ല. ഞങ്ങളുടെ സഭാഹോള് കാണുമെന്നോ ശവക്കോട്ട കാണുമെന്നോ ഒന്നും ഉറപ്പില്ല. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. ശവക്കോട്ട നോക്കി സ്നാനപ്പെടരുത്, കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. സഭാഹോള് നോക്കി സ്നാനപ്പെടരുത്, NOC നോക്കി സ്നാനപ്പെടരുത്. പിന്നെ നീ പൂർണ്ണ ഹൃദയത്തോടെ യേശു ദൈവപുത്രനാണെന്ന്, അവൻ ഉയർത്തെഴുന്നേറ്റതാണെന്ന്, അവൻ വീണ്ടും വരുമെന്ന് നിനക്ക് പൂർണ്ണ ഉറപ്പുണ്ടോ? ഇവൻ സ്നാനപ്പെട്ട പുള്ളിയെ കൊണ്ട് കർത്താവ് അങ്ങ് പോയി. പലപ്പോഴും നമുക്ക് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ സ്നാനപ്പെട്ടവരെ ഒന്ന് പിടിച്ചുകൊണ്ട് നടക്കാമെന്നൊക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആളെയും കാണാനില്ല. കാരണം അതിലും വലിയ ഉറപ്പാണ് നിന്റെ അകത്ത് കിട്ടിയിരിക്കുന്നത്. ഒരു ദൈവദാസന്റെ കയ്യെ പിടിച്ചതല്ല നിന്റെ ഉറപ്പ്, മറിച്ച് കർത്താവ് നിന്റെ കയ്യെ പിടിച്ചതാണ് നിന്റെ ഉറപ്പ്. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അയ്യോ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്തവർ എന്ത് ചെയ്യും? ദൈവം ശിക്ഷാവിധിയിൽ തള്ളിയിടുന്നതല്ല, ഈ ലോകം ശിക്ഷാവിധിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലാത്തവരെല്ലാം ആ ഒഴുക്കിൽ തന്നെ ശിക്ഷാവിധിയിൽ അകപ്പെടും. അടുത്ത വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ദൃശ്യമായ അടയാളങ്ങൾ, യേശു വന്നു എന്നുള്ളതിന്റെ ദൃശ്യമായ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. പുതുഭാഷ കിട്ടും. ഇന്ന് പ്രാർത്ഥിച്ചാൽ മതി, ആത്മാഭിഷേകം വരും. നിങ്ങൾ ഇതുവരെ സംസാരിക്കാത്ത ഭാഷ നിങ്ങളുടെ നാവേ വരും. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടാകും, പരിശുദ്ധാത്മ നിറവുണ്ടാകും.
വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ചില രോഗങ്ങൾ ദുരാത്മാവിൽ നിന്നാ. മദ്യപാനം ഒരു ദുരാത്മാവാ, ദുസ്വഭാവങ്ങൾ ഒരു ദുരാത്മാവാ, വിട്ടുകളയാൻ കഴിയാത്ത ദുശ്ശീലങ്ങൾ, വേണ്ടാത്ത ചില ബന്ധങ്ങൾ, ബന്ധനങ്ങൾ, അടിമത്തങ്ങൾ, ഇതെല്ലാം പിശാച. ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുപോകും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അതാണ് പൗലൂസ് തന്നെ പാമ്പ് കടിച്ചപ്പോഴും പേടിക്കാഞ്ഞത് ഈ വചനം ഓർത്തിട്ടാ. യേശു എന്റെ കൂടെ ഉണ്ട്, ഇതൊന്നും എന്നെ തൊടത്തില്ല. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അടുത്ത വാക്യം, രോഗികളുടെ മേൽ കൈ വച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന്. കൈ വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യും? സൗഖ്യം വരും. വിശ്വസിക്കുന്നവർ ഇത്രയും പവർഫുള്ളാ. വിശ്വസിക്കുന്നവർ കരഞ്ഞോണ്ട് നടക്കേണ്ടവരല്ല, ലോകത്തിന് വിടുതൽ കൊടുക്കുന്നവരാ. വിടുതൽ വേണേന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല വിശ്വാസികൾ, ലോകത്തെ വിടുവിക്കുന്നവരാ. അടുത്ത വാക്യം, ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. യേശു സ്വർഗത്തിൽ എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. യേശു ഇപ്പൊ എന്ത് ചെയ്യാ? ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. നമ്മൾ അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു? അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പൊ ഇന്ന് ഈ പ്രശ്നം വരുമ്പോ കർത്താവെ നീ ഇറങ്ങി പ്രവർത്തിക്കണേന്ന് പറയണ്ട, നീ അങ്ങ് ചെന്നാ മതി. നീയാ പുറപ്പെടണ്ടേ. നീ പുറപ്പെടുമ്പോൾ സ്വർഗം മുഴുവൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് ഇങ്ങോട്ട് വന്നത് കരഞ്ഞോണ്ടായിരിക്കും, പക്ഷെ ഇന്ന് വീട്ടിലോട്ട് ചെല്ലേണ്ടത് യേശുവിന് പകരമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ തന്നെ വെളിച്ചമാകുക, ഞാൻ വെളിച്ചമാകുക. ക്രിസ്തു എന്നിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചെന്നാ മതി, എൻ്റെ വീടിൻ്റെ ശാപം മാറും. ഇനി ശാപം അഴിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കണ്ട, നീ ആ വീട്ടിൽ കർത്താവിനോട് വിശ്വസ്തനായി നിന്നാ മതി. ചിലപ്പോൾ ഇന്ന് മാറ്റം കണ്ടില്ലേക്കാം, നാളെ വ്യത്യാസം കണ്ടില്ലേക്കാം. ഉറപ്പായി ഞാനൊരു കാര്യം പറയാം, അടുത്ത ദിവസം നിന്റെ ഭവനം സകല കെട്ടുകളും പൊട്ടും. പക്ഷേ പിടിച്ച വിശ്വാസത്തിൽ നിന്ന് അണുവിട പുറകോട്ട് മാറരുത്. 7 വെള്ളിയാഴ്ച പ്രാർത്ഥിച്ച് ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. എല്ലാ ഇരുട്ടും വിട്ടുമാറും, എല്ലാ ബന്ധനവും അഴിഞ്ഞു മാറും. ഇന്ന് പകൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് ആ പാട്ട് എഴുതിയ ആൾ യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ ചെങ്കടൽ മാറുമെന്ന. ഞാനതിനൊരു ചെറിയ മാറ്റം വരുത്തിരിക്കുക. യേശു നാമത്തിൽ നീ ഒന്ന് ചെന്നാ മതി, ചെങ്കടൽ മാറും. ചെങ്കടലാണെന്ന് കരഞ്ഞുകൊണ്ടിരിക്കരുത്, പർവ്വതമാണെന്ന് കരഞ്ഞുകൊണ്ടിരിക്കരുത്. നീ ആർപ്പോടെ സ്തുതിയോടെ അങ്ങോട്ട് ചെന്നാ മതി. നിന്നെ കാണുമ്പോൾ പ്രതിസന്ധികൾ മാറിപ്പോ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? കരമടിച്ച ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വീണ്ടും കരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞുങ്ങള് പുലിയുടെ മുഖം വെച്ച് മറ്റു കുഞ്ഞുങ്ങളെ, ഈ പുലിയുടെ മാസ്ക് വെച്ച് മറ്റു കുഞ്ഞുങ്ങളെ പേടിപ്പിക്കും അല്ലേ? ഈ പുള്ളി ചെന്നാൽ പേടിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ കൊച്ചിനറിയാം ഞാൻ ഇങ്ങനെ കാണിച്ച ആരും എന്ത് ചെയ്യത്തില്ല. അതിന് പുള്ളി ആ കടയിൽ പോയി ഏത് മേടിച്ചു? പുലിയുടെ പടമുള്ള മുഖം മൂടി വെച്ച് ഇങ്ങനെ ചെല്ലുമ്പോഴേ കൊച്ചു പിള്ളേരെല്ലാം ഓടും. ഇതുപോലെ നമുക്കറിയാം നമ്മൾ ചെന്നാൽ ഒന്നും നടക്കുകയല്ല. അതുകൊണ്ട് യേശുവിനെ നമ്മുടെ മേൽ ധരിച്ചിരിക്കുക. അടുത്തിരിക്കുന്ന ആൾ പറയുന്നത് നീ അല്ല ചെല്ലുന്നത്, യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് ചെല്ലുന്നത്. നീ അല്ല ചെല്ലുന്നത്. ഇന്ന് വീട്ടിലോട്ട് ചെല്ലുന്നത് തോമസ് കുട്ടി ബ്രദർ അല്ല, യേശു ക്രിസ്തു അങ്ങോട്ട് ചെല്ലുന്നു. വിശ്വസിക്കുന്നവന്റെ കൂടെ അവൻ പ്രവർത്തിച്ചു. അങ്ങനല്ലേ വായിച്ച? അവൻ അവരോട് കൂടെ പ്രവർത്തിച്ചു. വിശ്വസിക്കുന്നവരുടെ കൂടെ ആരുണ്ട്? യേശു ഉണ്ട്. അങ്ങനെയാണ് ഇന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആരുണ്ട്? പ്രതിസന്ധികളൊക്കെ നിന്നെ കണ്ട് ഓടിപ്പോവും. വിശ്വാസമുണ്ടോ? തോമസ് കുട്ടി ബ്രദർ എൻ്റെ വീട്ടിൽ വരണമെന്നാ പലരുടെയും ചിന്ത. ഞാനും ഇങ്ങനെ വിചാരിച്ചു, ഇന്ന ദൈവദാസം വന്നിരുന്നെങ്കിൽ. നോ, അല്ല. എല്ലാ ദൈവദാസനും എല്ലാ വീട്ടിലും ചെല്ലാനൊക്കത്തില്ല. ആ ക്രിസ്തുവിന് പകരം നിന്നെ കർത്താവ് നിർത്തിയിരിക്കും. വിശ്വസിക്കണം. അയ്യോപത്തോ വെക്കുന്നവരോട് കർത്താവ് നിൽക്കത്തില്ല. ഏത് പ്രതിസന്ധിയാണേലും അറസ്റ്റ് ചെയ്തിട്ടും കുലുക്കമില്ല, കപ്പലപ്പെടുത്തി പെട്ടിട്ടും കുലുക്കമില്ല, പാമ്പ് കടിച്ചിട്ടും കുലുക്കമില്ല. എൻ്റെ യേശു. അങ്ങനെ ഉറപ്പ് പ്രാപിക്കാവോ? എല്ലാ ചങ്ങലയും നിന്റെ മുമ്പിൽ അഴിഞ്ഞു വീഴും. ഓ ചെങ്കടൽ പിളർന്നു, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴിതരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ചെന്നിടുമ്പോൾ യെരിഹോ
സോറി, അമ്മച്ചിക്ക് 6 മാസമായിട്ട് പെടലിക്ക് വേദന ഉണ്ടായിരുന്നു. ആശുപത്രി കാണിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അസ്ഥി വളയുന്ന രോഗമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ നിമിഷം തന്നെ സൗഖ്യം. എന്തോ ഡോക്ടർമാർ പറഞ്ഞേ? ഇവിടുത്തെ അസ്ഥി വളയും ഇവിടുത്തെ അസ്ഥി തേയുവാന്നാ പറഞ്ഞത്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എങ്ങനുണ്ട്? വേദനയൊക്കെ കുറഞ്ഞു. വേദനയൊക്കെ കുറഞ്ഞു. ഇപ്പൊ പെടല് തിരിക്കാൻ പറ്റുന്നുണ്ടോ? തിരിച്ചേ. തിരിക്കത്തില്ലായിരുന്നു, ഇപ്പൊ തിരിക്കാൻ പറ്റുന്നുണ്ട്. സൗഖ്യമായി. ഡോക്ടർമാര് പറഞ്ഞു ഒരസ്ഥി ദ്രവിച്ചു, ഒരസ്ഥി വളഞ്ഞു. ഈ പെടലിയുടെ തിരിക്കാൻ മേലായിരുന്നു. യേശു ഇപ്പൊ തൊട്ട് സൗഖ്യമാക്കി തിരിയാൻ തുടങ്ങി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ അമ്മച്ചിക്ക് 6 മാസമായിട്ട് തൻ്റെ കൈ വേദന ആരംഭിച്ചതാ. ഈ 2 കൈ വീട്ടിൽ മുറി വൃത്തിയാക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അതുപോലെ കാലിന് ഭയങ്കര വേദനയായിരുന്നു, മുറകോട്ട് മടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് തൊട്ടു. 6 മാസമായിട്ട് എനിക്ക് നടക്കാൻ പറ്റാതെ, അപ്പോൾ തോളിന് പെട്ടെന്ന് ഒരു വേദന വന്നു. അപ്പോൾ ആയുർവേദ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ കൈയുടെ കുഴയ്ക്ക് വേദന, 2 കുഴയ്ക്കും. അത് കഴിഞ്ഞ് മുട്ടിന് 2 മുട്ടിന് വേദന പോലെ തുടങ്ങി. ഞരമ്പ് ഇങ്ങനെ വലിയും പോലെ. ഇവിടെ നടക്കുമ്പോൾ ഈ പാദം മൊത്തം നീര് കയറും. അതുകൊണ്ട് നടക്കാൻ പോലും പറ്റത്തില്ല. പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഇപ്പൊ പെടലി തിരിയും. ഇത്തിരി സൗഖ്യമുണ്ട്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കണ്ണിന് മൂടലായിരുന്നു, ഇപ്പൊ കണ്ണിന് മൂടലൊക്കെ ശരിക്കും മാറി, അഷ്ടങ്ങളൊക്കെ തിരിഞ്ഞു തുടങ്ങി. ഞങ്ങൾ പള്ളിക്കരന്ന് വന്ന പള്ളിക്കര പറയുന്ന എവിടെ? എറണാകുളം പള്ളിക്കര എന്നൊരു ബ്രദർ സൗഖ്യമാകാൻ വേണ്ടി ഇവിടെ തൊടുപുഴ വന്നു. കർത്താവ് സൗഖ്യമാക്കി. കണ്ണിന് എന്തായിരുന്നു പ്രയാസം? ഒരു മൂടലായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഒരു ഇതുപോലെ തോന്നി, പെട്ടെന്നൊരു വ്യത്യാസം പോലെ തോന്നി. എന്ന് പറഞ്ഞാ ശരിക്ക് കാണാം, ഒരു പകച്ചിൽ നടന്നാൽ മാറി. കരമടിച്ചു കർത്താവിനെ. ഒരു കണ്ണിന് ഇടത്തെ കണ്ണിന് വേദനയുണ്ടായിരുന്നു. കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണാണ്. ഇപ്പോൾ കുഴപ്പമില്ല, എനിക്ക് കണ്ണാടി വെക്കാതെ എല്ലാം കാണുന്നുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്നുണ്ട്. ഇനി വായിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇടത്തെ കണ്ണിന്. കണ്ണും തുറന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. ഷോർട്ട് സൈറ്റ് ആയിരുന്നു 25 വർഷമായിട്ട്. 25 വർഷമായിട്ടുണ്ട്. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ഇപ്പോൾ സൂചിക്ക് കുത്തും പോലെ ഒരു അനുഭവം ഉണ്ടായി കണ്ണില്. എവിടെ? കണ്ണിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സൂചിക്ക് കുത്തുന്ന ഒരു അനുഭവം ഉണ്ടായി. കാഴ്ച ഇങ്ങനെ തെളിഞ്ഞ് വന്നോണ്ടിരിക്കുക. ഇപ്പൊ തെളിഞ്ഞ് വന്നോണ്ടിരിക്കുകയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ബ്രദർ, എൻ്റെ ഈ അടിവയറിൽ ഇങ്ങനെ ഇത്രയും മണത്തിൽ ഇങ്ങനെ വട്ടം. അപ്പോൾ എനിക്ക് കുടംപുളി ഇട്ട് കറി കൂട്ടത്തില്ല, മോര് കഴിക്കത്തില്ല. ഇതൊക്കെ കഴിച്ചാൽ പിറ്റേ ദിവസം ലൂസ് മോഷനാണ്. ഇപ്പം ഞാൻ തപ്പി നോക്കിയപ്പം യാതൊരു കുഴപ്പമില്ല എൻ്റെ അടിവയറിന്. ആ തടിപ്പ് അവിടെ ഇല്ല. സൗഖ്യമായി. ആമേൻ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു 40 വർഷമായി എൻ്റെ ഈ കയ്യേൽ ത്വക്ക് രോഗം ഉണ്ടായിട്ട്. ഇപ്പം ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ ഈ കയ്യേൽ ഇങ്ങനെ അമക്കി പിടിച്ചു. ഇപ്പം നോക്കിയപ്പോൾ പൊങ്ങലും ഇല്ല, വരഞ്ഞു കയറലും ഇല്ല. ഞാൻ എന്നും ബെറ്റ്നോവൈറ്റ് എൻ തേച്ചുകൊണ്ടിരുന്ന 40 വർഷമായിട്ട് ബെറ്റ്നോവൈറ്റ് എൻ തേച്ചുകൊണ്ടിരുന്ന. ഇപ്പം ബ്രദർ പറഞ്ഞിങ്ങനെ രോഗമുള്ളിടത്ത് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പിടിച്ചപ്പോൾ ആ സംഗതി കണ്ടില്ല. ഞാൻ ഈ ആരാധനയ്ക്ക് കടന്ന് വരാൻ തുടങ്ങിയപ്പോൾ കിട്ടിയൊരു സൗഖ്യം കൂടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. എൻ്റെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് 4 ബ്ലോക്കായിരുന്നു. ആ 4 ബ്ലോക്ക് കോട്ടയത്ത് ആരാധനയ്ക്ക് കടന്നു വന്നപ്പോൾ യേശു തൊട്ട് എന്നെ സൗഖ്യമാക്കി. ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അന്ന് അവിടെ കോട്ടയത്ത് സാക്ഷ്യം പറഞ്ഞതാ. എന്തായിരുന്നു ബുദ്ധിമുട്ട്? വേദന എനിക്കൊന്നും എടുക്കത്തില്ലായിരുന്നു. ഭയങ്കര വേദന. 2 പ്രാവശ്യം ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നത്. കൂത്താട്ടോളത്ത് ദേവാതായി കിടന്നതാണ്. ഡോക്ടർ പറഞ്ഞു എന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യണം, 1.25 ലക്ഷം രൂപ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഈ പണമില്ലായിരുന്നു കെട്ടിവെക്കാൻ. ഞാൻ തടിപ്പണിയാണ് എൻ്റെ ജോലി. അപ്പോൾ പണത്തിനുള്ള ഞെരുക്കം പോകുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ആ ഇടയ്ക്കാണ് എൻ്റെ കൊച്ച് ആരാധനയ്ക്ക് കടന്നു വന്ന് കൊച്ചിൻ്റെ കണ്ണിന് യേശു തൊട്ട് സൗഖ്യമാക്കി. അങ്ങനെയാണ് ഞാനും കടന്നു വരുന്നത്. കൊച്ചിൻ്റെ കണ്ണ് തുറന്ന? കൊച്ചിൻ്റെ കണ്ണിൻ്റെ ലെൻസ് ഒരു സൈഡിലായിരുന്നു. കാഴ്ച ഇത്ര കിട്ടുണ്ടായിരുന്നു വായിക്കാൻ. പക്ഷേ അത് കർത്താവ് തൊട്ട് സൗഖ്യമാക്കി ഇപ്പോൾ ഒരു 3 മീറ്റർ അകലത്തിൽ കൊച്ചിന് വായിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാണ് ഞാൻ ആരാധനയ്ക്ക് കടന്നു വരുന്നത് കോട്ടയത്ത്. അതെ, അന്ന് തന്നെ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കി. ഹാർട്ടിന്റെ പ്രയാസവും വേദനയും അതിൽ പിന്നെ ഇന്ന് ഈ സമയം വരെ അതിനായിട്ടൊരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല.
വേദനയില്ല. വേദനയില്ല. തടി 100 കുഴിയുള്ള മരം ഞാൻ ഒറ്റയ്ക്ക് മറിക്കും. നല്ല നിരപ്പായ സ്ഥലത്താണ്. എന്നാ മറിക്കും? 100 കുഴി മരം, വലിയൊരു ആഞ്ഞിത്തടി ആണല്ലോ, 100 കുഴി ഒറ്റയ്ക്ക് ഞാൻ മറിക്കും. ഇപ്പം വലിയ ആഞ്ഞിലിത്തടി വെട്ടി ഒറ്റയ്ക്ക് 100 കുഴി നിരപ്പായ സ്ഥലത്താണ്, ഒറ്റയ്ക്ക് ഞാൻ മറിക്കും. എൻ്റെ ശരീരത്തിന് എനിക്ക് ഒരു ക്ഷീണവുമില്ല. കർത്താവ് എന്നെ സൗഖ്യമാക്കി. എന്നാൽ എൻ്റെ തലേ കരം വെച്ചൊരു ബ്രദർ പ്രാർത്ഥിച്ച് പറഞ്ഞു, അടുത്ത ആഴ്ച വന്ന് സാക്ഷ്യം പറഞ്ഞോണം, പോയി ചെക്കപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സ്കാൻ ചെയ്തപ്പം ഇല്ല, ബ്ലോക്ക് ഇല്ല. ഞാൻ അന്നേരം ഡോക്ടറോട് ചോദിച്ചു, അപ്പം ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ അവിടെ ചികിത്സയെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിന്. ഞാനെങ്ങും പോയില്ല. നേരെ പിറ്റേ ഞായറാഴ്ച വന്ന് കോട്ടയത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞു. ഇന്ന് ഈ സമയം വരെ എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല, ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. അതിന് കർത്താവ് തൊട്ട് സൗഖ്യമായിട്ട് ഇന്നിപ്പോൾ 3 വർഷം ആയി. ഒരു കുഴപ്പമില്ല. എപ്പോഴും ആഞ്ഞില് വെട്ടുന്നു, വെട്ടുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും തടി വെട്ടിയിട്ടിരിക്കുക, വല്ല വെളുത്ത തടികൾ വെട്ടിയിട്ടിരിക്കുക. എന്തൊരു അത്ഭുത ദൈവമക്കളെ, കാരമടിച്ച് വായ് തുറന്ന് ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ച്. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിങ്ങൾ കേട്ടു. എത്ര അത്ഭുതകരമായ സാക്ഷ്യമാണ് നമ്മൾ കണ്ടത്. കർത്താവ് എന്തൊരു അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കുന്നത്. അവൻ്റെ സ്നേഹം എത്ര വലുതാണ്. അവനിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും കർത്താവ് ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാക്ക് പറഞ്ഞു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നല്ല കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ബന്ധനസ്ഥർ വിടുവിക്കപ്പെടും. നമ്മുടെ ഏത് ആവശ്യവുമായിക്കൊള്ളട്ടെ, അതിന്മേൽ കർത്താവ് അത്ഭുത വിടുതൽ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോവുക. അതുകൊണ്ട് നമുക്ക് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കണ്ണുകളെ നടക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ വരികയാണ്. ക്യാൻസർ രോഗികളായിട്ട് ഇന്ന് എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ക്യാൻസർ രോഗങ്ങൾ വിട്ടുമാറട്ടെ, പൂർണ്ണമായ സൗഖ്യം. ബ്ലഡ് ക്യാൻസർ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം അവരുടെ ശരീരത്തിൽ വെളിപ്പെട്ട് വരട്ടെ. എല്ലാ വേദനയും, ക്യാൻസർ മൂലം അതിവേദന അനുഭവിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വേദനയെല്ലാം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ക്യാൻസർ രോഗം പൂർണ്ണമായി മാറി അവർ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യം പ്രാപിക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഡയബറ്റിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. റൊമറ്റോയിഡ് ആർത്രൈറ്റിസിനെ ശാസിക്കുന്നു. അതുപോലെ തന്നെ അസ്ഥി ദ്രവിക്കുന്ന അവസ്ഥ, ആ രോഗബന്ധനം അഴിയട്ടെ. ദ്രവിച്ചു പോയ അസ്ഥി മാറി പുതിയ അസ്ഥികൾ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. കണ്ണിൻ്റെ കാഴ്ച തകരാറ് മാറിപ്പോകട്ടെ. പൂർണ്ണമായ സൗഖ്യം, കണ്ണിന് കാഴ്ച പൂർണ്ണമായി തിരിച്ചു കിട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ലിവർ സിറോസിസിനെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. വന്ധ്യതയുടെ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമനപ്പെടുകയാണ്. ആ തലമുറയുടെ അനുഗ്രഹം അവിടുന്ന് നൽകുന്നതാണല്ലോ, അത് ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും അവിടുന്ന് നൽകി തരണമേ. യേശുവെ, അങ്ങ് അവിടെ നാഥനായിട്ട് ആ കുടുംബങ്ങളുടെ കർത്താവായി വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി വേദനയുള്ളവരുണ്ട്. ശരീരത്തിൽ മുഴകൾ വന്ന് പ്രയാസം അനുഭവിക്കുന്ന ക്യാൻസറസ് മുഴകൾ മൂലം ഭാരപ്പെടുന്ന വ്യക്തികൾ തന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കാൻ നന്ദി. അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ ശരീരം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് അത്ഭുത വിടുതലുകൾ കർത്താവ് തന്നു കഴിഞ്ഞു. ഈ കിട്ടിയ അത്ഭുതം, ഈ സൗഖ്യം, അത് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ മറക്കരുത്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ ഊർജ്ജം. അതുകൊണ്ട് വിളിച്ചു പറയാൻ ഒട്ടും മടിക്കരുത്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. ആ ക്യാൻസർ രോഗികളെല്ലാം സൗഖ്യമായി കഴിഞ്ഞാൽ വേദന മാറി. അത് വിളിച്ചു പറയാൻ മടിക്കരുത്. തുടർന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ തന്നെ വിളിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എപ്പോഴും ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ അങ്കമാലിയിൽ 2016 ജനുവരി 30 ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന് CSI ഓഡിറ്റോറിയം, TB ജംഗ്ഷൻ, അങ്കമാലി. प्रेम का सागर है तू,
राजकुमार है तू, प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। पापों का भार उठाए